രുചികരമായ ഒരു കടലക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് വളരെ എളുപ്പത്തിൽ രുചികരമായ ഒരു കടലക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് ആവശ്യമായ സാധനങ്ങൾ കുറച്ച് ചെറിയ ഉള്ളി, വളരെ കുറച്ചാണ്, പിന്നെ കുറച്ച് കരിവേപ്പില, പിന്നെ അത് കഴിഞ്ഞാൽ ഉള്ളി, പിന്നെ പച്ചമുളക്, പിന്നെ നമുക്ക് അടുത്തായിട്ട് അതിനകത്തോട്ട് എണ്ണയിലിടാനായിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇവ എണ്ണയിലിട്ട് മൂപ്പിക്കാനുള്ളതാണ്. പിന്നെ കുറച്ച് തേങ്ങ, തക്കാളി, ഉപ്പ്, മുളക്, മല്ലി, ഗരം മസാല, നമ്മുടെ കുരുമുളക്, പിന്നെ മഞ്ഞൾ. ഇത്രയാണ് നമുക്കാവശ്യമായ സാധനങ്ങൾ. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് എണ്ണ, അതിനകത്തോട്ട് നമുക്ക് ചില പട്ട ഇട്ട് കൊടുക്കാം. പിന്നെ ഇച്ചിരി ഗ്രാമ്പൂ, ഏലക്കായി ഇട്ട് കൊടുത്ത് നമുക്കതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ സവാള അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പച്ചമുളക്, കറിവേപ്പില എല്ലാം അതിനകത്തോട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. കുറച്ച് ഒരു അരമുറി തേങ്ങ, ഒരു തക്കാളി, ഇച്ചിരി ചെറിയ ഉള്ളി, 4 നല്ല വലിപ്പമുള്ള വെളുത്തുള്ളി, 2 അല്ലി ഇഞ്ചി. ഇനി നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അരപ്പ് റെഡിയായി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. ഇതിനകത്തോട്ട് നമ്മൾ ഈ അരച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. കടല ഇടുന്നതിന് മുമ്പായിട്ട് തന്നെ അതിനകത്തോട്ട് 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, കടലയ്ക്കാവുമ്പം കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് വേവിച്ചാലേ കടലയിൽ ഉപ്പ് പിടിക്കൂ, എങ്കിൽ കടലയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാകും. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് നമുക്ക് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത കടലയാണ്, 1/2 കിലോ കടല. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. വേവാൻ
ആവശ്യമായ കുറച്ച് വെള്ളം നമുക്കിതിനോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് ഒരു 3 വിസിൽ കേൾപ്പിക്കാം. മതി. ഞങ്ങൾ തണുത്തു നല്ല പരുവായിട്ടുണ്ട്. അതിന് ഇനി നമുക്ക് ആഹാ എന്തൊരു ഭംഗിയാണ് കാണാൻ, നല്ല സ്റ്റൈലാണ്. ഇതാ നമുക്ക് എങ്ങനെയായിട്ടുണ്ടെന്ന് നോക്കാം. അതുപോലെ നല്ല മണമൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കടലക്കറി നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്ത് നോക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അതോടൊപ്പം അതിന് നിങ്ങൾക്ക് എന്തൊക്കെയാണോ ചേർക്കേണ്ട അങ്ങനെയുള്ള എല്ലാ അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. എല്ലാം ഞങ്ങൾ തിരുത്തിക്കൊണ്ട് നിങ്ങളെ വീണ്ടും സമീപിക്കുന്നതാണ്. അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നും കൂടി ഞങ്ങളെ അറിയിക്കുക.